കോളേജിലെ ക്യാമ്പസ് ശാസ്ത്ര സമിതിയുടെ പ്രസിദ്ധീകരണത്തിലാണ് മോഡി കോമരമാണെന്നും ആധുനിക ശക്തിയാണെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തൃശൂർ ലോ കോളേജിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്യാമ്പസ് ശാസ്ത്ര സമിതിയുടെ പ്രഥമ മാഗസിനായ ഡയാലിസിസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുള്ള പരാമർശങ്ങളുള്ളത്. എഡിറ്റോറിയലിൽ ജാതിമത കോമരങ്ങൾ, മോഡി കോമരങ്ങൾ മതേതര പൊതുമണ്ഡലത്തെ ചവിട്ടിമതിച്ച് അരങ്ങുകയറുമ്പോൾ രാജ്യത്തിന്റെ മണ്ണും മനസ്സും പരസ്യമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നുവെന്നും ഇതിനെ ചെറുക്കാനുള്ള പടയൊരുക്കം ഇന്നു തന്നെ തുടങ്ങണമെന്നും എഡിറ്റർ ജോസ് പി ജോസഫ് എഴുതുന്നു. കൂടാതെ മുൻ ഗുജറാത്ത് DGP RB ശ്രീകുമാറുമായുള്ള അഭിമുഖവുമുണ്ട്. ഗുജറാത്തിലെ ഓഫീസർമാർക്കിടയിൽ മോഡി ഭീതി രോഗം പടരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ധൈര്യമില്ലാത്തതിനാൽ മോഡി വിരുദ്ധരായ മുസ്ലിങ്ങളെ പോലും പേടിപ്പിച്ചും വാഗ്ദാനങ്ങൾ നൽകിയും BJP അനുകൂലികളാക്കുന്നുവെന്നാണ് മുൻ DGPയുടെ സാക്ഷ്യം. വർഗീയ കലാപങ്ങളിൽ മോഡി നിർദോഷിയാണെന്ന് വിധിച്ച ഡോക്ടർ RK രാഘവൻ മോഡിയിൽ നിന്നും 50,000 കോടി രൂപയിലധികം സൗജന്യങ്ങൾ നേടിയ ടാറ്റ കമ്പനിയുടെ ഉപദേശക സമിതി അംഗമാണെന്നും അതീവ തന്ത്രശാലിയായ ആധുനിക ശകുനിയാണ് നരേന്ദ്രമോദിയെന്നും ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ കുന്നംകുളത്തെയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെയും മാഗസിനുകൾ വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നുള്ള മാഗസിൻ കൂടുതൽ വിമർശനങ്ങളുമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജീവൻ ന്യൂസ്, തൃശൂർ.